അപ്പോൾ ആ നിയമം വന്നു കഴിയുമ്പോൾ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി നമ്മുടെ നിലപാട് പറഞ്ഞു. ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച അന്ന് തന്നെ ഇതൊരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയുണ്ടായി. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സമിതികൾക്ക് ഇങ്ങനെ ഒരു അധികാരം, ഇംഗ്ലീഷിൽ പറയും ഡ്രാക്കോണിയൻ ലോ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിർദ്ദയമായ നിയമത്തിനാണ് അങ്ങനെ വിശേഷണം പറയുന്നത്. ഇതങ്ങനെയുള്ള നിർദ്ദയമായ ഒരു വകുപ്പാണ് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഞങ്ങൾ ഏകപക്ഷീയമായി ഇത് ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യ എന്നുള്ളൊരു നിയമം ഇന്ത്യ പോലെ 75 വർഷമായി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെയുള്ള നിയമം പാടില്ല. അത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അതിനകത്ത് ഒരു മാറ്റവും വരില്ല. പാർലമെന്റിൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞിരിക്കും. ഒരു മാറ്റവും അതിനകത്തുണ്ടാവില്ല. മറ്റൊന്ന് അപ്പീൽ പ്രൊവിഷൻ. നമുക്കിവിടെ നമ്മുടെ കോടതി സംവിധാനങ്ങൾ അറിയാം. നമുക്ക് സുപ്രീം കോടതി വരെ ഏത് കാര്യത്തിലും നമുക്ക് അപ്പീൽ പോകാനുള്ള അവകാശം നമുക്കുണ്ട്. ഇത് ട്രൈബ്യൂണൽ കൊണ്ട് ഇതിൻ്റെ ഈ പറയുന്ന അപ്പീൽ പോകാനുള്ള അവകാശം തീർന്നു എന്ന് പറയുന്ന ഏർപ്പാടുകൾ നമുക്ക് യോജിക്കാൻ കഴിയില്ല. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാട് അതാണ്. ആ നിലപാട് ഞങ്ങൾ പാർലമെന്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുന്നത് വ്യക്തമാക്കിയിരിക്കും. അത് നമ്മൾ പിന്തുണച്ചിരിക്കുക. ചർച്ചയ്ക്ക് വന്നാൽ താനും തന്റെ പാർട്ടിയും ഇതിനെ അനുകൂലിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പ്രധാനമായും അദ്ദേഹം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഏറെ വിമർശനം ഉന്നയിക്കുന്നത് വഖഫ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടാണ്. അതായത് വഖഫ് ട്രൈബ്യൂണൽ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ അപ്പീൽ പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹൈക്കോടതി അതുപോലെ സുപ്രീം കോടതി അങ്ങനെ ആ ഒരു നീതി ലഭിക്കും. പക്ഷേ ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ട്രൈബ്യൂണൽ അവസാന വാക്കാവുകയും പിന്നീട് അത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയുമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഈ വഖഫിലെ ചില നിയമങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ താനും തന്റെ പാർട്ടിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഈ നിയമത്തിന് എതിരായി ആ ബില്ല് അനുകൂലിച്ചുകൊണ്ട് പാർലമെന്റിൽ ശബ്ദമായി മാറുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും തനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യം ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് താൻ നിലപാടെടുത്തു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല സാഹചര്യം. ഇതിലെ പല പ്രശ്നങ്ങളും തനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ താൻ ആ ബില്ലിനെ എതിർത്ത് അനുകൂലിച്ചുകൊണ്ട് പാർലമെന്റിന് നിലപാടെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത്? എത്രയും പെട്ടെന്ന് ഈ ബില്ല് ചർച്ചയ്ക്ക് വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. അവിടെ താൻ നിലപാട് അറിയിക്കുമെന്ന് തന്നെയാണ്. വളരെ സുവ്യക്തമായിരുന്നു ആ പ്രതികരണം. ആ പ്രതികരണം വന്നതോടുകൂടി ആ സദസ്സിലുണ്ടായിരുന്ന സമര സമിതിയിലെ ആളുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ കൈയടിച്ചാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടത്. അത് തന്നെയായിരുന്നു ഇന്നലെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കും ചെയ്തിരുന്നത്. ധന്യവാദം. ശരി മോസന.